സൗണ്ട് സിസ്റ്റം ഒക്കെ അടിപൊളിയായിട്ട് തന്നെ ഇതിന്റെ ഓണർ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടാ. ഇത് ബാർ കൗണ്ടർ. സുഹൃത്തുക്കളെ നമസ്കാരം. ഐറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നേ ഈ കാണുന്ന മനോഹരമായിട്ടുള്ള ഒരു ബോക്സി ടൈപ്പ് വീട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിന്റെ ലൊക്കേഷനൊക്കെ അറിയണ്ടേ? അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത്. അപ്പൊ ഇതിന്റെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ട് നല്ല നല്ല വീഡിയോകൾ ചോദിക്കുന്നവരുണ്ട്. അവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ചാനൽ വഴി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഈ കാണുന്ന മനോഹരമായിട്ടുള്ള എലിവേഷനിൽ നല്ലൊരു കളർ കോമ്പിനേഷനിൽ ഒരുക്കിയിരിക്കുന്ന ഒരു കിഡിലൻ ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. 5 സെന്റിലാണ് വരുന്നത്. 5 സെന്റില് 2600 സ്ക്വയർ ഫീറ്റോളം വരുന്ന 4 ബെഡ്റൂം, പിന്നെ ഹോം തിയേറ്റർ, ഇതെല്ലാം കൂടി വരുന്ന ഒരു പ്രോപ്പർട്ടി കൂടിയാണ്. നല്ല കവേഡ് ആയിട്ടുള്ള 2 വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഒരു കവേഡ് ആയിട്ടുള്ള കാർ പോർച്ച് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതുകൂടാതെ ഇവിടെയും ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കോമ്പൗണ്ട് വാൾ, ചുറ്റിനും കോമ്പൗണ്ട് വാളൊക്കെ ചെയ്തിട്ട് നല്ല ടെക്സ്ചർ വർക്കൊക്കെ ചെയ്ത് അതിമനോഹരമായി തന്നെ ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ എറണാകുളം പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന്, എറണാകുളം പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് കുഴുവേലിപ്പടി എന്ന് പറയുന്ന സ്ഥലത്തായിട്ട്, കുഴുവേലിപ്പടി കഴിഞ്ഞിട്ട് മാളിയേക്കപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ മാത്രം ഡിസ്റ്റൻസിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ്. പിന്നെ കടുപ്പക്കല്ലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസും എല്ലാം നൽകിയിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്ലാന്റ്സുകൾ ഒത്തിരി നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഈ ഒരു കോമ്പൗണ്ട് വാളിന്റെ ഈ ഒരു ഭാഗത്ത് തന്നെ നല്ല രീതിയിൽ തന്നെ നല്ല കളർഫുൾ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ചെടികളൊക്കെ. അതൊന്ന് കാണിച്ച് തെൽഹത്തെ ഒന്ന് കാണിച്ച് കണ്ട, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്രാസ് വെച്ച് ഈ ഒരു ഭാഗത്ത് കണ്ട വാട്ടർ ഫൗണ്ടൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ തൊട്ട് ബാക്കിലായിട്ടാണ് നമുക്ക് കിണറിന്റെ സൗകര്യം വരുന്നത്. ഇഷ്ടം പോലെ വെള്ളമുണ്ട്, വെള്ളത്തിനൊന്നും യാതൊരു ക്ഷാമമില്ല. ഇഷ്ടം പോലെ വെള്ളമുണ്ട്, കണ്ണീര് പോലത്തെ വെള്ളമാണ്. അപ്പൊ എലിവേഷനും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ പ്ലാന്റ്സുകൾ നട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഭാഗം നമുക്കൊന്ന് കവർ ചെയ്തതിനു ശേഷം ഇതിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് കിടക്കാം. അപ്പൊ ചുറ്റിനും നടന്നു പോകാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് നമുക്കൊരു വലിയ വാഹനം പാർക്ക് ചെയ്യാം. അത് നമുക്ക് ഇനോവ തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഈ ഭാഗത്തും അത്യാവശ്യം നടക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 3 ഫേസ് കണക്ഷൻ ഒക്കെയാണ്. കോമ്പൗണ്ട് വാളൊക്കെ നോക്കിയാൽ നല്ല ഒരു ടെറാക്കോട്ട ഒരു ഡിസൈനിങ്ങിൽ തന്നെയാണ്, ഇതിന്റെ കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ഇതിന്റെ കോമ്പൗണ്ട് വാൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ആ ഒരു ഫീൽ തന്നെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് കോബിൾ സ്റ്റോൺ ആണ് വിരിച്ചിരിക്കുന്നത്. അവിടം വരെയും നമുക്ക് കോബിൾ സ്റ്റോൺ ഒക്കെ വിരിച്ചിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റുകളും LED ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല മനോഹരമായി തന്നെ ഇതിന്റെ ഫ്രണ്ട് എലിവേഷനെ തന്നെ വളരെ ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം അല്ലേ, കാണാം. കയറി വരുമ്പോൾ തന്നെ ഇവിടെ ആയിട്ടാണ് 2-3 ചെയർ ഇടാവുന്ന രീതിയിൽ ഒരു ചെറിയൊരു സിറ്റ് ഔട്ട് ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ഷൂറാക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഷൂറാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരിക്കാനുള്ള സൗകര്യത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ മഹാഗണി, ആഞ്ഞിലി മുതലായവ തടികളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രീമിയം ക്വാളിറ്റി ടൈലുകൾ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ സീലിംഗ് വർക്ക്, ഇതിന്റെ ഈ ഒരു സിറ്റ് ഔട്ടിൽ സീലിംഗ് വർക്ക് അങ്ങനെ ചെയ്തിട്ടില്ല. 2 ഭാഗത്തേക്കും തുറക്കാവുന്ന ഡോറ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയൊരു ഹാൻഡിൽസ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു L ഷേപ്പ് കോർണർ സെറ്റ് ഒക്കെ ഇടാവുന്ന രീതിയിൽ ഡബിൾ ഹൈറ്റിൽ അടിപൊളിയായിട്ട് തന്നെ സീലിംഗ് വർക്കും അതുപോലെ ചുറ്റിനും വാം ലൈറ്റ് ഒക്കെ കൊടുത്ത് അതിമനോഹരമായി ആ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയായിട്ട് ഇത് ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രേ കളറിലാണ്, ഗ്രേ കോമ്പിനേഷനിലാണ് ഈ ഒരു ഭാഗം, ഈ ഒരു വാള് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയാം. അതുപോലെ തന്നെ ഇവിടെ TV യൂണിറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെയാണ് TV യൂണിറ്റ് വരുന്നത്. ലാമിനേഷനും മൈക്ക ലാമിനേഷനൊക്കെ ചെയ്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ വാൾ പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വിച്ചസിലേക്ക് വരികയാണെങ്കിൽ ലെഗ്രാൻഡിന്റെ ഉണ്ട് ഈ സ്വിച്ച് വരുന്നത്. അപ്പൊ ഡബിൾ ഹൈറ്റിൽ തന്നെ ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വാ. അപ്പൊ താഴെ നമുക്ക് 2 ബെഡ്റൂം ഉണ്ട്. ഒരു ബെഡ്റൂം ആ ഒരു ഭാഗത്താണ് വരുന്നത്. ഇതാണ് ഡൈനിങ് സ്പേസ്. ഡൈനിങ് സ്പേസിൽ നിന്ന് തന്നെ നമുക്ക് നോക്കി ഇവിടെ ഒരു വാട്ടർഫോൾ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചെറിയ ഭാഗം അങ്ങനെ തന്നെ അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡോറും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ കൗണ്ടർ വരുന്നത്. അത് സെറയുടെ ആണ്. നല്ല ഭംഗിയിൽ തന്നെയാണ് അതും സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയാം. ഇത് ആദ്യത്തെ ബെഡ്റൂം കേട്ടോ.
ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഏകദേശം ഒരു 10 സൈസോളം വരുന്ന ബെഡ്റൂമാണ്. സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്ന രീതിയിലുള്ള വാൾഡ്രോബാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ സീലിംഗ് വർക്കിലേക്ക് വരികയാണെങ്കിൽ പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല കളർഫുൾ ആയിട്ട് തന്നെ അതും ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് മിററിന്റെ ഒരു സ്ഥാനം, ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം നമുക്ക്, അതിനുള്ള സൗകര്യമുണ്ട്. ഇതാണ് ബാത്റൂം. വെറ്റ് ആൻഡ് ഡ്രൈ എന്ന കോൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂം സൗകര്യമാണ്. ബാത്റൂം അതുപോലെ ഫിറ്റിങ്സ് എല്ലാം വരുന്നത് കൺസീൽഡ് ഫിറ്റിങ്സ് വരുന്നുണ്ട്. സെറയുടെ ഒരു വാഷ് ബേസിൻ കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിന്റെ ഒരു സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കിച്ചണിലേക്ക് തന്നെ കിടക്കാം കേട്ടോ. ഇതിവിടെയായിട്ട് ഈ ഒരു പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന ഭാഗത്ത് പ്ലാന്റ്സ് എന്തെങ്കിലുമൊക്കെ വളർത്താനുള്ള സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ബെഡ്റൂം നമ്മൾ കണ്ട്, രണ്ടാമത്തെ ബെഡ്റൂം ആ ഒരു ഭാഗത്താണ്. അതുപോലെ ഇവിടെ ആയിട്ട് ഒരു വാട്ടർഫോൾ എന്ന രീതിയിൽ ഒരു ചെറിയൊരു സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗത്ത് വളരെ ഭംഗിയിൽ അത് പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ കൊടുത്ത് ഒരു വ്യത്യസ്തമായിട്ട് രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്ലാന്റ്സ് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലൊരു ഇന്റീരിയർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. വാ, ദേ കിച്ചണാണ് ഒരു രക്ഷയില്ലാത്തത്. ഇഷ്ടംപോലെ സ്പേസ് നമുക്ക് കിച്ചണിൽ കിടക്കേണ്ടത് കേട്ടാ. ഇതാണ് സ്പേസ്. ഇത്ര സ്പേസ് നമുക്ക് കിട്ടും. ഇത് ഇവിടെയായിട്ട് ഒരു ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു സ്പേസ് നമ്മുടെ ഈ ഒരു ഭാഗത്തും അവൈലബിൾ ആണ്. അതുപോലെ ഇവിടെ ഇഷ്ടംപോലെ സ്പേസ് നമുക്ക് കണ്ടാ, വാൾഡ്രോബും കാര്യങ്ങളൊക്കെ, ക്രോക്കറി ഷെൽഫുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് മോഡുലർ കിച്ചൺ ആണ്. ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്ത് വളരെ ഭംഗി തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു കൗണ്ടർ ടോപ്പില് ഗ്രാനൈറ്റ്, നാനോ വൈറ്റ് ഗ്രാനൈറ്റ് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയായിട്ട് ഹോബിന്റെ സ്ഥാനം, ഒരു സെൻട്രൽ കിച്ചൺ പോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ഏരിയ, ഈ ഒരു പോയിന്റിലൊക്കെ നമുക്ക് പ്രൊഫൈൽ ലൈറ്റുകളാണ് കേട്ടോ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ വാം ലൈറ്റുകൾ, സീലിംഗ് ഫാൻ, ഇത് ഫുള്ള് കൗണ്ടർ, ഈ അപ്പർ ക്യാബിനറ്റ്സ് മൊത്തം ഈ ഒരു ഭാഗത്തും നല്ല മൾട്ടിവുഡിൽ തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു വർക്ക് ഏരിയ സ്പേസ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിനുള്ള സ്പേസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കണ്ടാ. പിന്നെ അതെ, ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്ര സ്പേസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ നിന്ന് ഓപ്പൺ ഏരിയയിലേക്ക് കടക്കാനുള്ളൊരു ഡോർ ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. അത് ആ ഭാഗത്താണ് കിണറിന്റെ സ്ഥാനം വരുന്നത് കണ്ട. കിണറൊക്കെ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉള്ള സ്ഥലത്ത് നല്ല ഭംഗിയിലാണ് ഇതിന്റെ ഈ വീടും അതുപോലെ ലാൻഡ്സ്കേപ്പും എല്ലാം ഒരു സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. അപ്പൊ ഡൈനിങ് സ്പേസ് നമ്മൾ കണ്ടല്ലോ. സീലിംഗ് വർക്കൊക്കെ ഒന്ന് കാണിച്ചേ കണ്ട. അപ്പൊ ഇത് രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ്. ഇത്രയും സ്പേസ് ഉള്ള ബെഡ്റൂമാണ്. ആദ്യം കണ്ട ബെഡ്റൂമിനേക്കാളും കുറച്ച് സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. ഏകദേശം ഒരു 11-10 സൈസോളം വരുന്ന ഒരു ബെഡ്റൂമാണ്. അതിന് ബാത്റൂം, വാൾഡ്രോബ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കണ്ട. ഒരു ബേ വിൻഡോ പോലെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ പ്രീമിയം ക്വാളിറ്റി ടൈലുകളും അതുപോലെ തന്നെ വാൾഡ്രോബ് കാര്യങ്ങളെല്ലാം നല്ല ഹൈ ക്വാളിറ്റിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് മേളിലെ ലിവിങ് സ്പേസിലേക്ക് കടക്കാം കേട്ടാ. അപ്പൊ കയറി വരുമ്പോ തന്നെ ഇത് ഈ ഒരു ഭിത്തിനോട് ചേർന്ന് തന്നെ വുഡിലാണ് ഇതിന്റെ ഹാൻഡ് റെയിൽ വരുന്നത്. അതുപോലെ ഇതാണെങ്കിൽ സ്റ്റീലിലെ മറ്റേ റാഡില് നമുക്ക് ഇതും വുഡിൽ തന്നെ ചെയ്തിട്ടുണ്ട്. താഴെ സ്റ്റെപ്പുകളിലായിട്ട് നമുക്ക് നല്ല വുഡ് എന്ന രീതിയിൽ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ടൈലുകൾ ഒരുക്കിയിട്ടുണ്ട്. ആ ഭാഗത്ത് വലിയൊരു ഫ്രെയിം നമുക്ക് അവിടെ വരുന്നുണ്ട് കേട്ടോ. മൊത്തം അത് UPVC ഡോറാണ് അവിടെ വെച്ചിട്ടുള്ളത്. വിൻഡോ UPVC വിൻഡോയാണ് ആ കൊടുത്തിട്ടുള്ളത് കണ്ടാ. അതുപോലെ ആ വാളിലായിട്ട് നമുക്ക് ഒരു ടെറാക്കോട്ട ഡിസൈനിങ്ങിലുള്ള രീതിയിലാണ് അതിന്റെ ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളത്. ആ കയറി വരുമ്പോൾ തന്നെ ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അകത്തെ കാഴ്ച. അപ്പർ ലിവിങ് സ്പേസ് നമുക്ക് വളരെയധികം സ്പേസ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ കേട്ടാ ഇവിടെയൊക്കെ ഷെൽഫുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഷെൽഫുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തേക്ക് വന്നാൽ ഇത് ഈ UPVC ഈ ഡോറ് ഫുള്ളായിട്ട് സ്ലൈഡ് ചെയ്ത് തുറന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇവിടുന്ന് നല്ല കാറ്റും നല്ല വെളിച്ചവും ഇത്തരം ഈ ഒരു സ്പേസ് നമുക്ക്
നല്ല രീതിയിൽ തന്നെ കിട്ടും എന്നുള്ളതാണ്. കണ്ടാ, ഇവിടുന്ന് ഓപ്പൺ ടെറസിലേക്ക് കയറാനുള്ള ഒരു സ്റ്റെപ്പ് ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചേ. അതുപോലെ സീലിംഗ് ആണെങ്കിലും പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെ അതും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ആദ്യത്തെ ബെഡ്റൂം. ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കണ്ടതിന് ശേഷം ഇതിന്റെ പ്രൈസിലേക്ക് നമുക്ക് കിടക്കാം. അപ്പൊ ഇതും വാൾറോബും കാര്യങ്ങളൊക്കെ സീലിംഗും അതുപോലെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള എല്ലാ സൗകര്യം തന്നെ ഈ ഒരു റൂമിനും അവൈലബിൾ ആണ്. അപ്പൊ ഇവിടുന്ന് ഒരു പാസേജ് പോലെയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമുക്ക് ബാൽക്കണി സ്പേസ് ഇട്ടാ, ബാൽക്കണി സ്പേസ്. അപ്പൊ നമുക്ക് ഈ ഫ്രണ്ടിലെ തന്നെ എലിവേഷനെ തന്നെ വ്യത്യസ്തമാക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഈ ഒരു സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വലിയൊരു ഫ്രെയിം ഇവിടെ വരുന്നുണ്ട്, അത് ടഫ്ലൻഡ് ഗ്ലാസ്സിലാണ്. ഇനി നമുക്ക് അറിയാനുള്ളത് ഈ വീടിന്റെ ലാസ്റ്റത്തെ ഏതാണ്, ഹോം തിയേറ്റർ ആണ് കാണേണ്ടത്. അപ്പൊ അതിലേക്ക് കിടക്കാം. ഇതാണ് ഹോം തിയേറ്റർ. എത്ര പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട്? 5 പേർക്ക്. 5 ചെയർ ഉണ്ട്. 5 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. 5 പേർക്ക് ഇരിക്കാം. നല്ല കളർ സൗണ്ടും എല്ലാ സെറ്റപ്പും ചെയ്ത് കണ്ട, സീലിംഗ് ഒക്കെ നോക്കി നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. AC കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ സെറ്റപ്പ് വരുന്നത്. അപ്പൊ ഇതിന്റെ പ്രൈസിലേക്ക് നമുക്ക് കിടക്കാം. 5 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട്. സൗണ്ട് സിസ്റ്റം ഒക്കെ അടിപൊളിയായിട്ട് തന്നെ ഇതിന്റെ ഓണർ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടാ. ഇത് ബാർ കൗണ്ടർ. അപ്പൊ ഇതിന്റെ പ്രൈസിലേക്ക് കിടക്കുകയാണെങ്കില ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് 1,42 ലക്ഷം രൂപയാണ്. 5 സെന്റ് 2,600 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം, അതുപോലെ എല്ലാ സൗകര്യങ്ങളും വന്നിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില 1,42 ലക്ഷം രൂപ. ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിച്ചു. അപ്പൊ ഈ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, ആ നമ്പറിൽ വിളിക്കാം. നല്ല ഡീലാണ് ഇത്, നിങ്ങൾ മിസ് ചെയ്യരുത്. അപ്പൊ വീണ്ടും കാണാം. ഓക്കെ.